എൻ്റെ അമ്മയുടെ കൊലപാതകം തെളിയിക്കണം, എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. ഒരു മകളെന്ന നിലയിൽ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ശശികല ആന്റി കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നു അമ്മേനെ മുഖത്ത്. അത് കൊണ്ടുവന്ന് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ പുറത്തേക്കാക്കി. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാൻ പാടില്ല, ഇത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇതിനുള്ള നടപടികൾ എടുക്കും, അതിനുള്ള ധൈര്യം എനിക്ക് തന്നു. നമസ്കാരം. പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശിനിയായ ശ്രീ KM സുനിത സുപ്രീം കോടതിയിൽ താൻ ജയലളിതയുടെ മകളാണ് എന്നും അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ മരണത്തിൽ പുനരന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശ്രീ KM സുനിതയാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. സ്വാഗതം സുനിതാജി. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെളിപ്പെടുത്തൽ, അത് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഈ വെളിപ്പെടുത്തൽ ഇപ്പോഴുണ്ടാകാനുള്ള കാരണം എന്താണ്? ഞാന് TV-യിൽ ഇവിടെ സ്വാമിജിയുടെ HRDS സ്വാമിജിയുടെ പരിപാടികളൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് മുഖാന്തരം എനിക്ക് ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഉറക്കില്ല, ശരിക്ക് മാനസികമായി ഒരേ ദിവസം ചെല്ലും തോറും ഇത് നേരിൽ കണ്ടിട്ട് ആരോടും പറയാൻ പറ്റാത്തൊരു അത്രയും വിഷമത്തിലായിരുന്നു ഞാൻ. അപ്പൊ ഈ സ്വാമിജിനെ കാണാന്ന് വിചാരിച്ചിട്ട് ഡൽഹിയിലേക്ക് വന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ സ്വാമിജിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. HRDS സെക്രട്ടറി അജിത് കൃഷ്ണ സാറിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സ്വാമിജിയോട് അജിത് സാറിനോട് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അജിത് സാർ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വയ്ക്കാൻ പാടില്ല, ഇത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇതിനുള്ള നടപടികൾ എടുക്കും, അതിനുള്ള ധൈര്യം എനിക്ക് തന്നു. ഇത് പറയാൻ പറഞ്ഞു. HRDS പിന്തുണ എനിക്ക് ധൈര്യം നൽകി. അതാണ് എന്നെ ഇവിടെ ഇന്നലെ ഞാൻ സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കാൻ വന്നത്. എപ്പോഴാണ് താങ്കൾ ജയലളിതയുടെയും MGRന്റെയും മകളാണ് എന്ന് അറിയുന്നത്? എന്റെ 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ വളർത്തച്ഛൻ്റെ കൂടെയാണ് വളർന്നത്. കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? കേരളത്തില്. തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. അതിനുശേഷം ജയലളിതയെ കാണാൻ കഴിഞ്ഞിരുന്നോ? അതിനുശേഷം എന്നെ 18 വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഞാൻ അമ്മേനെ കാണാറുണ്ട്, അമ്മയായിട്ട് സംസാരിക്കാറുണ്ട്, പോകാറുണ്ട്. കൂടെ കഴിഞ്ഞിരുന്നോ? കൂടെ താമസിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആരാണ് പറയുന്നത് ഇങ്ങനെ ഒരു സത്യാവസ്ഥ? ആരാണ് പറഞ്ഞു തരുന്നത്? എന്ത് സത്യം? അത് അമ്മയാണ് എന്നോട് പറയണത്. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയസ് ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നെ അമ്മ വേറൊരാള്, അമ്മയുടെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ ആ പോയസ് ഗാർഡനിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വളർത്തച്ഛൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു അമ്മ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഇതിലാരാണ്? അപ്പൊ ബിന്ദു എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ഇതിലാരാണ് അച്ഛൻ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു, എൻ്റെ വളർത്തച്ഛൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. അപ്പോ അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പിന്നെ അമ്മ കുറച്ച് പണം എനിക്ക് തന്നിരുന്നു. ഞാൻ കൊണ്ടുവന്നു വീണ്ടും എന്നെ പോയസ് ഗാർഡനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പോയി അവിടെ വെച്ചിട്ട് എൻ്റെ DNA എടുത്തു. മകളൊന്ന് തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ അമ്മ എന്നെ സംരക്ഷിച്ചു. എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിരുന്നു. എപ്പോഴാണ് അവസാനമായി ശ്രീമതി ജയലളിതയെ കാണുന്നത്? ഞാൻ 2016 സെപ്റ്റംബർ 22
കാലത്ത് 8 മണിക്കാണ് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ പോയസ് ഗാർഡനിൽ എത്തുന്നു. ഉം. പോയസ് ഗാർഡനിലെത്തി ഞാൻ അവിടെ കണ്ടത് അമ്മ സ്റ്റെയർകേഴ്സിന് താഴെ കിടക്കണം നിലത്ത്. അപ്പൊ ഉം. അവിടെ കുറച്ച് പേര് നിന്നിരുന്നു. അപ്പൊ ശശികല ആന്റി കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നു അമ്മേനെ മുഖത്ത്. അത് കണ്ട് കൊണ്ടുവന്ന് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ പുറത്തേക്കാക്കി. അപ്പൊ എന്റെ ബാഗ്, ഞാൻ കൊണ്ടുവന്ന ബാഗ് അവിടെ വരെ അതിലുണ്ടായിരുന്നു എന്റെ ബാഗ്. അതുവരെ അവിടെ അവര് തന്നില്ല എനിക്ക്. ഞാൻ തിരിച്ച് കേരളത്തിലോട്ട് പോകുന്നു. അതാണ് അവസാനമായ കൂടിക്കാഴ്ച അല്ലേ? പിന്നെ ഞാൻ ടിവിയിലാണ് എൻ്റെ അമ്മ മരിച്ചു എന്നുള്ള വാർത്ത ഞാൻ കാണുന്നു. അത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? ഈ അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? അതായത് ഡിസംബർ 5-ാം തീയതിയാണ് പറയുന്നത് അമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിയുന്നത്. പക്ഷെ സെപ്റ്റംബർ 22-ാം തീയതി ഞാൻ അന്ന് ചെല്ലുമ്പോൾ അമ്മേനെ മൂത്തിട്ട് തട്ടി അമ്മയ്ക്ക് ഒരു എനക്കും ഉണ്ടായിരുന്നില്ല. അന്ന് ആ സമയത്ത് അവസാനം കണ്ട സമയത്ത് തിരിച്ചറിഞ്ഞൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അമ്മ അന്വേഷിച്ചിരുന്നു അവിടെ? അന്വേഷിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മ ഞാൻ അന്ന് ചെന്ന് കണ്ടപ്പോ അതിനോട് എന്നെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. അമ്മ എന്നിട്ട് പ്രസ് മീറ്റിംഗ് വെച്ചിട്ട് എന്റെ മകളാണെന്ന് വെളിപ്പെടുത്താൻ ആണ് ഞാൻ അന്ന് പോയത്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ താങ്കൾ ഈ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസിന് പ്രത്യേക കത്ത് നൽകിയിട്ടുണ്ട്, പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അടക്കം കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ട്. താങ്കൾ ഇപ്പോൾ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് ഈ അധികൃതരോട്? എൻ്റെ അമ്മയുടെ കൊലപാതകം തെളിയിക്കണം, എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഒരു മകളെന്ന നിലയിൽ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് മാത്രമാണ്. ഈ അതിനുശേഷം ഇത്രയും കാലം ഒളിച്ചു താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഭയമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? ഭയപ്പെട്ടിരുന്നത് ഈ ശശികലാന്റിന് ആൾക്കാരെയാണ് ഭയപ്പെട്ടിരുന്നത്. എന്താ വെച്ചാൽ എൻ്റെ അമ്മ മുഖ്യമന്ത്രി ആയിരിക്കണം കൊല്ലപ്പെട്ടത്. ഇതുവരെയ്ക്കും ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ വെറുതെ ഞാനൊരു വെറും സാധാരണപ്പെട്ട പന്നെപ്പോലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇപ്പോ എന്തായാലും ആത്മവിശ്വാസം നൽകുന്നുണ്ട് അല്ലേ HRDS പിന്തുണ? അതെനിക്ക് വളരെയധികം എന്നെ സഹായിക്കും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ തങ്ങുകയാണ്. അതെ, അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ താങ്കൾ ഈ ശശികലയൊക്കെ ഈ ആദ്യവും അവസാനമായും കാണുന്ന അന്നാണോ? അതിന് മുമ്പ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു? ജയലളിതയ്ക്ക് താങ്കൾ മകളാണ് എന്ന് അറിയുന്നത് പോലെ തന്നെ ശശികലയ്ക്കും സംഘത്തിനും അത് അറിയുമായിരുന്നു? അറിയുമായിരുന്നു. നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്? ഉണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നീട് ജയലളിത മരിച്ചതിന് ശേഷം അവർ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഭയം തോന്നി എന്ന് പറയാൻ കാരണം? അതായത് ഞാൻ അന്ന് ചെന്ന് കണ്ടപ്പോ എൻ്റെ അമ്മയുടെ കൂടെ നിന്നിരുന്ന ആൾക്കാരാണ് അമ്മേനെ ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ പേടിയായിരുന്നു. പിന്നെ അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല, അതായിരിക്കും. എങ്ങനെയാണ് പിന്നീട് ഈ 18 വയസ്സ് വരെ കേരളത്തിലേക്ക് എത്തുകയും 18 വയസ്സ് വരെ
ജീവിക്കുകയും ചെയ്തത് എന്ന കാര്യത്തിൽ പിന്നീട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതായത് അമ്മയാണ് പറഞ്ഞത്. ഉം. എന്നെ പ്രസവിച്ച് 2 മാസം പ്രായമുള്ളപ്പോ അച്ഛന്റെ കൂടെ നിന്നൊരു സർവന്റ് ഉണ്ടായിരുന്നു കേരളത്തിലൊരു മാധവൻ. ആളുടെ കൈവശം 2 മാസം പ്രായമുള്ളപ്പോ കൊടുത്തയച്ചു. ആളതിൽ വളർന്നു. അങ്ങനെ എന്നെ 2.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ എന്നെ കണ്ടുപിടിക്കുന്നത്. കൊടുത്തയച്ച ആളപ്പോ അമ്മേനെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞ അമ്മേടെ അടുത്ത് പറഞ്ഞ ഫോൺ വെച്ച് അന്ന് രാത്രിയാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ അന്വേഷിച്ച് എന്നെ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. ജയലളിതയുടെ അന്വേഷണത്തിൽ തന്നെയാണ് താങ്കളെ കണ്ടെത്തിയത് അല്ലേ? അതെ അതെ, അല്ലാതെ ഞാനായിട്ട് അതിനുശേഷമാണ് പോയതല്ല. പോയതല്ല. എന്നെ അമ്മ എന്നെ കണ്ടുപിടിച്ചിട്ട് എന്നെ പോയസ് കാടത്തിൽ വരുത്തിയതാണ്. വിളിപ്പിക്കുകയായിരുന്നു. ആരാണ് ആര് മുഖാന്തരമാണ് വിളിപ്പിച്ചത്? അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്ക് ഓക്കെ, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ പറയുന്ന പോലെ പുനരന്വേഷണത്തിനും അതുപോലെ തന്നെ എന്താണ് സത്യത്തിൽ ഉണ്ടായത് എന്ന് കണ്ടെത്താനും ഒക്കെയുള്ള ശ്രമത്തിലായിരിക്കുമല്ലോ താങ്കൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, അങ്ങനെയുള്ള ഏതെങ്കിലും അധിക സുരക്ഷ വേണമെന്നോ മറ്റോ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? പോലീസിനോടാണോ ആവശ്യപ്പെട്ടത് അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോടാണ്? ഓക്കെ, അപ്പോൾ ഇതിലൊരു തീരുമാനമാവുന്നവരെ ഡൽഹിയിൽ തങ്ങുമോ അതോ കേരളത്തിലേക്ക് മടങ്ങുമോ? കേരളത്തിൽ എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുത്തിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ കേരളത്തിലേക്ക്. ഞാനിവിടെ ഡൽഹിയിൽ തന്നെ തങ്ങാനുള്ള തീരുമാനം. ഓക്കെ, അപ്പോൾ അതാണ്. വളരെയധികം നന്ദി ഇത്രയധികം വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചതിന്. എന്തായാലും ഈ പോരാട്ടം വിജയത്തിലെത്തട്ടെ. വലിയൊരു കാര്യമാണ് താങ്കൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പലരും, താങ്കൾ മാത്രമല്ല നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഒരു മകൾ എന്ന രീതിയിൽ, താങ്കൾ ഒരു സാക്ഷി എന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അത് അതിൻ്റെ അർത്ഥത്തിൽ അധികൃതർ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.